കഴിഞ്ഞ മാസം 19-ാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഞാനിത് നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഫെഫ്ക ഏതാണ്ട് 8ഓളം ട്രേഡ് യൂണിയനുകൾ ഫെഫ്കയുടെ ട്രേഡ് യൂണിയനുകളെ ഈ റിപ്പോർട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ വിശകലന റിപ്പോർട്ടിന്റെ ആമുഖം നോക്കിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫെഫ്ക എന്ന ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ അതിന്റെ 21 അംഗ സംഘടനകളെയും അതിന്റെ ഭരണസമിതികളെ വിളിച്ചുകൂട്ടി ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായവും കേട്ട്, കൂടാതെ ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ വനിതകളുടെ ഒരു യോഗം നടത്തി അവരെയും കേട്ടതിന് ശേഷം വളരെ വിശദമായിട്ട് ഒരു ചർച്ചകൾക്ക് ശേഷം നിങ്ങളെ കാണാം, എഴുതി തയ്യാറാക്കിയ ഒരു അവലോകന രേഖയുമായി നിങ്ങളെ കാണാം എന്നുള്ളതായിരുന്നു ഫെഫ്കയുടെ നിലപാട്. അത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിന് പ്രകാരം ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ഫെഫ്കയുടെ സ്ത്രീകളുടെ യോഗം നടന്നത്. സെപ്റ്റംബർ 2 അതിന് 6 യൂണിയനുകളുടെ 7 യൂണിയനുകളുടെ യോഗം നടന്നു. സെപ്റ്റംബർ 3-ാം തീയതി 6 യൂണിയനുകളുടെ, സെപ്റ്റംബർ 4-ാം തീയതി ബാക്കിയുള്ള യൂണിയനുകളുടെ യോഗം, ഏതാണ്ട് 8 യൂണിയനുകളുടെ യോഗങ്ങൾ നടന്നു. അതിൽ നിന്നും ഉള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ള, എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരേ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. അതായത് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. കമ്മിറ്റിക്ക് മുമ്പ് ആർക്ക് വേണമെങ്കിലും ഹാജരായി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരു പത്രപരസ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ശ്രദ്ധിച്ചാൽ തന്നെ പ്രേരണയില്ലാതെ ആളുകൾ പോവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ അതിനുശേഷം ഞങ്ങള് വളരെ പ്രധാനമായിട്ട് കാണുന്നത് ഈ റിപ്പോർട്ടിന്റെ 14-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. The committee then decided to contact individuals in cinema personally, അവരുടെ ഈ അഡ്രസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട്, of both men and women in cinema whom we propose to meet എന്നാണ് പറയുന്നത്. whom we propose to interact with എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു, ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ആളുകളാണ്, ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്? ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഫെഫ്കയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല? മലയാളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ഫെഡറേഷൻ 8,000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ. അന്ന് എനിക്ക് തോന്നുന്നു 5,000 ശിഷ്ടം ആളുകളാണ് ഫെഫ്കയിൽ പ്രവർത്തിച്ചിരുന്നത്. 700 ശിഷ്ടം സ്ത്രീകൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫെഫ്ക. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? അതിനുശേഷം അവിടെ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു ഇമെയിലായിട്ട്, ഒരു ക്വസ്റ്റ്യനറായിട്ട് മാറ്റുകയും ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അതായത് ടേംസ് ഓഫ് റെഫറൻസ് ഒരു ക്വസ്റ്റ്യനർ ആക്കി മാറ്റി, എന്നിട്ട് ആ ക്വസ്റ്റ്യനർ WCC അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. 12ാം പേജ് കണ്ടാൽ മതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ. ഇതേ രീതിശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല? ഈ ക്വസ്റ്റ്യനർ ഞങ്ങൾക്ക് അയച്ചു തരാം, ഞങ്ങളുടെ 21 സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും, അവരുടെ അഭിപ്രായം ഞങ്ങൾ എഴുതി തന്നെ കമ്മിറ്റിക്ക് കൊടുത്തേനെ, WCC ചെയ്തതുപോലെ. എന്തുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിന്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു? എന്തുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യനർ ഇമെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരുന്നത്? ഇനി അടുത്തത് നോക്കൂ. സി എന്ന് പറയുന്ന ക്ലോസിൽ പറയുന്നുണ്ട്, 2 group meetings were held with the members of WCC who responded to the questionnaire belonging to different categories of women in cinema. ഹേമ കമ്മിറ്റി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് WCC അംഗങ്ങളുടെ. ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ നിന്ന് ഞങ്ങളുടെ WCC അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? എന്താണ് അതിന്റെ മാനദണ്ഡം? ആക്ടേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന, അമ്മയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു? അപ്പൊ ഒരു കൃത്യമായ ഒരു റൂൾ ഓഫ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. എഫ് എന്ന ക്ലോസിൽ അവർ പറയുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്സ് വെയർ ക്രിയേറ്റഡ് ഫോർ വിമൻ. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങളുടെ എത്ര സ്ത്രീകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നും വേണ്ട, ശ്രീ ഷിബു സുശീലൻ ഇവിടെയുണ്ട്, ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി സെവനാർട്സ് മോഹൻ ആയിരുന്നു. ആ പേര് നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. മലയാള സിനിമയിൽ 40-45 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സെവനാർട്സ് മോഹൻ. അദ്ദേഹമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ കുറിച്ചാണ്. സെവനാർട്സ് മോഹനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല? അത് മാത്രമല്ല, ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പോയപ്പോൾ, ഞാനത് ഈ അവലോകന രേഖയിൽ ചേർത്തിട്ടുണ്ട്, ഞാൻ കമ്മിറ്റി മുമ്പാകെ പോയപ്പോൾ ഞാൻ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ മുഴുവൻ ജനറൽ സെക്രട്ടറിമാരെയെങ്കിലും നിങ്ങൾ കേൾക്കണം. അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും, സമയമാവുമ്പോൾ വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊന്ന്, ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം 47ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡാൻസേഴ്സ് യൂണിയനിലെ 2 വനിതകളെ വിളിച്ചു. അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങളെ അവർക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ കമ്മിറ്റിയെ ധരിപ്പിക്കത്തക്ക വിധത്തിൽ ആ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഈ കമ്മിറ്റി ആ മൊഴിയെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്നുള്ളത് നിങ്ങൾ നോക്കണം. To repeated questions from all angles, they repeated that they have no problem. From other inputs which we have during our study, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. From other inputs which we have during our study, we formed an opinion that they were deliberately suppressing the relevant information from the committee. അവർ കമ്മിറ്റിയിൽ നിന്നും മനഃപൂർവ്വം വസ്തുതകൾ മറച്ചു വെക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ് ഈ വിവരങ്ങൾ? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ പോയ ഒരു പെൺകുട്ടി ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗമാണ്. ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഞാൻ ഈ വിശകലന രേഖയിൽ ചേർത്തിട്ടുണ്ട്. അവർ പറയുന്നത് അവരെ പല ആവർത്തി ഒരു കമ്മിറ്റി ലക്ഷ്യമാക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്കത് പറയേണ്ടി വന്നില്ല. ഇല്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത്.